പിങ്ക് വ്യൂ ആർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷെയ്ഡിങ്ങിൻ്റെ പല രീതികൾ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ സാധാരണയായി നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ പെൻസിൽ ഈ രീതിയിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ അതായത് ഇതേപോലെ ലൈൻസുകളായി ഇത് വരുന്നു. പിന്നെ നമ്മൾക്ക് ഈ ഇടയിലുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് ലൈൻസുകൾ അടുപ്പിച്ച് അത് ഷെയ്ഡിങ് കൂട്ടാവുന്നതാണ്. അപ്പോൾ അത് ഈ രീതിയിൽ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് വരുന്ന കൂട്ടത്തിൽ തന്നെ ഈ രീതിയിൽ അത് ക്ലിയർ ചെയ്ത് പോരാവുന്നതാണ്. അതായത് ഈ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങൾ നമുക്ക് ഷെയ്ഡ് ചെയ്ത് തന്നെ കൊടുത്ത് മുന്നേക്ക് ചെയ്തു പോകാവുന്നതാണ്. അതുപോലെ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ പെൻസിൽ ഏത് രീതി ചെയ്യണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് പെൻസിൽ നമ്മൾ ഇങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ പെൻസിൽ കുത്തി ചെയ്യുന്ന രീതിയുണ്ട്. അതായത് ഈ രണ്ട് സൈഡും ഇങ്ങനെ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്കത് ലയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. അതായത് ഇത്തരത്തിൽ ഷെയ്ഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മൾ ലയിപ്പിച്ച് എടുക്കേണ്ടതായ ചിത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഷെയ്ഡ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അതായത് പെൻസിൽ ഈ നമ്മൾ അവസാനിക്കുന്ന ഭാഗം ഒരിക്കലും ഈ രീതിയിൽ ഇവിടെ ഇങ്ങനെ കുത്തി നിർത്താൻ പാടില്ല. പെൻസിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഈ രീതിയിൽ ഇങ്ങനെ പെൻസിൽ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്മൂത്തായി നമുക്ക് ലയിപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ പെൻസിൽ അതായത് സ്റ്റോപ്പ് ചെയ്ത രീതിയിലാണ് കാണുന്നത്. എന്നാൽ ഇവിടെ ഇങ്ങനെ പേപ്പറുമായി ലയിച്ച് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേ രീതിയിൽ ഈ പെൻസിൽ നമ്മൾ ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ചെയ്യാം. അതേസമയം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. തുടക്കത്തിൽ ഈ രീതിയിൽ കിട്ടണമെന്നില്ല. നമ്മൾ കുറേ അധികം പ്രാക്ടീസ് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പെൻസിലിൻ്റെ രണ്ട് ഭാഗവും പേപ്പറിൽ പ്രസ് ചെയ്ത് ചെയ്യാൻ പാടില്ല. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ രണ്ട് സൈഡും പ്രസ് ചെയ്ത് വരച്ചാൽ ഇത് ഈ രീതിയിൽ നിൽക്കും. ഒരു സൈഡ് മാത്രം നമ്മൾ പ്രസ് ചെയ്ത് വരച്ചാൽ ഈ രീതിയിൽ കാണും. അതായത് ഇവിടെ പ്രസ് ചെയ്തതായിട്ടും ഇവിടെ സ്മൂത്തായിട്ടും കിട്ടും. എന്നാൽ പെൻസിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റിൽ ലാസ്റ്റിൽ നമ്മൾ പ്രഷർ കൊടുക്കാതെ സെൻറ്ററിലേക്ക് മാത്രം പ്രഷർ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും പെൻസിൽ പേപ്പറിൽ അധികം പ്രസ് ആകാതെ ഷെയ്ഡ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഭാഗവും അധികം പ്രസ് ചെയ്യാതെ ആണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ അധികം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഷെയ്ഡിങ് രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ച ഹാച്ചിങ് ഷെയ്ഡ് രീതിയാണ്. ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് പെൻസിൽ ഇതുപോലെ റൗണ്ട് രൂപത്തിൽ ചെയ്തു പോവുകയാണ് ചെയ്യേണ്ടത്. പെൻസിൽ ഇങ്ങനെ റൗണ്ട് ആംഗിളിൽ ചെയ്ത് ആ പേപ്പറിൽ ഉള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ പെൻസിൽ നമുക്ക് പ്രഷർ കൂട്ടിയും കുറച്ചും ഷെയ്ഡ് ചെയ്തെടുക്കുന്ന രീതി ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ 4B പെൻസിലാണ് എടുക്കുന്നത്. അതാണത് നമ്മൾ ചെയ്ത രീതി തന്നെ ഇതേപോലെ ഷെയ്ഡ് കൊടുക്കുന്നു.
അപ്പോൾ അധികം പ്രഷർ കൊടുക്കാതെയാണ് ചെയ്യുന്നത്. അതായത് പെൻസിൽ പേപ്പറിൽ അധികം അമർത്താതെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പെൻസിൽ കൊണ്ട് തന്നെ പ്രഷർ കൊടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം അവിടെ കാണാനാവും. ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു പെൻസിൽ ഉപയോഗിച്ച് തന്നെ 2 തരത്തിൽ ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ഈ പ്രഷർ കൊടുത്തുള്ള 2 സൈഡിലും ഒരേ രീതിയിൽ പ്രഷർ ചെയ്തുള്ള ഷെയ്ഡിങ്ങും അതേപോലെ നമ്മൾ ഇതുപോലെ സ്മൂത്തായി പെൻസിൽ 2 സൈഡിലും പ്രഷർ കൊടുക്കാതെ ചെയ്യുന്ന രീതിയും ഉപയോഗിക്കുന്ന സിറ്റുവേഷനിൽ ഒന്ന് നോക്കാം. ഇതുപോലെ ഒരു കല്ലിന് നമ്മൾ ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് 2 സൈഡും സ്മൂത്ത് രീതിയിൽ ചെയ്യേണ്ടതില്ല. അതേസമയം നമ്മൾ ഒരു ആപ്പിളൊക്കെയാണ് ഷെയ്ഡ് ചെയ്യുന്നതെങ്കിൽ പെൻസിൽ നമ്മൾ റൗണ്ട് വേസ് ആയി തന്നെ ചെയ്ത് എടുക്കേണ്ടതാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ വസ്തുക്കളെല്ലാം എങ്ങനെ ഷെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സുകൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.